എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ഗുരു കേതു. അത് പൊതുവെ കേളയോഗം എന്നുള്ള യോഗത്തിലാണ് വരുന്നത്. അപ്പോൾ ഗുരു കേതു എന്ന് പറയുമ്പോൾ പണത്തെ പറ്റി, അതായത് ഗുരു എന്നത് പണവും, കേതു എന്ന് പറഞ്ഞാൽ ചില തടസ്സങ്ങൾ, കോർട്ട് കേസ് വഴക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു, ഇപ്പം ജ്ഞാനകാരകനാണെങ്കിലും ഈ കാര്യങ്ങളും കൂടെ ഉണ്ട്. ഓക്കെ, അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കാരണം ഒരുപാട് അതായത് എന്താ പറയുക, ജാതകം നോക്കുന്നവരാകട്ടെ, ബേസിക് മാത്രം പഠിച്ച ശേഷം കൂടുതൽ, അതായത് ഹയർ ക്ലാസ് എവിടെയും കിട്ടാത്ത സ്റ്റുഡൻസ്, അതായത് പ്രതീക്ഷിക്കുന്ന പോലെ, കാരണം പഠിപ്പിക്കുന്നത് തന്നെ വീണ്ടും പഠിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു, ബേസിക്കാണ്, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും തിരിച്ച്, അതായത് ബേസിക് കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു 2 വർഷം പഠിച്ചാലും 3 വർഷം പഠിച്ചാലും ആ ടീച്ചറിന് ആ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളും ആ ബുക്സിൻ്റെയൊക്കെ കാര്യങ്ങൾ മാത്രം അറിയാമെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിട്ടൊന്നും പ്രയോജനമില്ല. ഞാൻ അങ്ങനെയാണ് ആദ്യം പഠിച്ചത്. ബേസിക് പഠിച്ചിട്ട് എനിക്ക് 1 വർഷത്തിലൊന്നും മനസ്സിലാകാത്ത കാരണം 2 വർഷം അത് പഠിക്കേണ്ടി വന്നു. പക്ഷേ 6 മാസ കോഴ്സ് എന്ന് പറഞ്ഞാണ് ജ്യോതിഷം 6 മാസത്തിൽ പഠിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പോയത്. എനിക്ക് അങ്ങനെയായിരുന്നു 6 മാസത്തിൽ ജ്യോതിഷം പഠിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ 6 മാസത്തിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ഗ്രഹങ്ങൾ, അതിൻ്റെ അധിപതികൾ, അല്ലെങ്കിൽ ഭാവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ 6 മാസത്തിൽ ഒന്നും മനസ്സിലാകില്ല. അവർ പറഞ്ഞു തരും, അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ജാതകം വിശകലനം ചെയ്യും. പക്ഷെ നമുക്കൊട്ടും ഒന്നും മനസ്സിലാകില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാരകത്വങ്ങൾ കുറച്ചേ ഉള്ളൂ പഠിപ്പിക്കുന്നത്. വളരെ കുറച്ച് കാരകത്വങ്ങൾ, ഒരു 15 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ ഒരു 25, അത്ര കാരകത്വങ്ങളെ നമുക്ക് പൊതുവെ അറിയാം എന്നത് ഉള്ളത്. പിന്നെ ബുക്സിലുള്ളതായിരുന്നാലും ശരി, സൂര്യൻ്റെത് എടുത്താലും ചന്ദ്രൻ്റെ എടുത്താലും എല്ലാം കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിനെ ചേർത്ത് നമ്മൾ എത്രത്തോളം എടുക്കാൻ പറ്റും? കാരണം ഓരോ ജാതകവും സ്പെഷ്യലാണ്, ഓരോ സമയവും സ്പെഷ്യലാണ്. അതനുസരിച്ച് ജനിക്കുന്നതനുസരിച്ച് നമ്മളുടെ ജാതകത്തിൻ്റെ ഗ്രഹങ്ങൾക്ക് മാറ്റം വരും, അല്ലെങ്കിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് മാറ്റം വരും, ഡിഗ്രിക്ക് മാറ്റം വരും. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മുടെ ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കാരണം എവിടെയും നമുക്ക് മനസ്സിലായില്ല. അവരിങ്ങനെ ഓവറാൾ ഒരു 6 മാസത്തിനുള്ളിൽ അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് അത്രയും അവർ പഠിപ്പിച്ചു തരും. പക്ഷേ നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ എവിടെയും നിങ്ങൾ ബേസിക് എന്നുള്ള രീതിയിൽ അവിടെ പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. യൂട്യൂബിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ബേസിക്കൊക്കെ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജാതക ചിന്ത എന്നുള്ള രീതി വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അതുവരേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരകത്വങ്ങളും കിട്ടില്ല. ഞാൻ ഷുവറായിട്ടും പറയുന്നു, ഒരു 200, ഓരോന്നിനും 250 മുതൽ 400 കാരകത്വങ്ങൾ വരെയുണ്ട്. നക്ഷത്രങ്ങളാകട്ടെ, ഗ്രഹങ്ങളാകട്ടെ, ഭാവങ്ങളാകട്ടെ, അത്രയും കാരകത്വങ്ങൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രമാണ് ഒരു ഫലം വെളിയിൽ വരുന്നത്. എനിക്കും അത്രത്തോളമൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഞാനത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ലോജിക്ക് പ്രകാരം പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങളുടെ ചിന്തയിൽ ഉദിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. കാരണം ഇത് 18 വർഷത്തെ എൻ്റെ ഒരു അധ്വാനം എന്ന് പറയാം, ഡെഡിക്കേഷൻ എന്ന് പറയാം, എൻ്റെ ഒരു പ്രാണൻ എന്ന് പറയാം. അങ്ങനെ ഞാൻ പല എതിർപ്പുകളുണ്ടായിട്ടും കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല. കാരണം അവരുടെ പ്രൊഫഷൻ വേറെയാണ്. അപ്പോൾ അത് കാരണം അവർക്കത് ഇഷ്ടമില്ല. അപ്പോൾ അമ്മ എന്തിന് സമയം കളയുന്നു, അല്ലെങ്കിൽ അമ്മ ഇതിലോട്ടേ അമ്മ ഇതിലോട്ട് സമയം ചിലവഴിക്കുന്നു എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് റെസ്റ്റ് എടുത്തൂടെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് മ്യൂസിക് കേട്ടൂടെ, അങ്ങനെ കുട്ടികൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും. കാരണം അവർ ഡോക്ടേഴ്സാണ്. അത് കാരണം അവർക്ക് ഇതിനോട് അത്ര താല്പര്യമില്ല, ഇതിൽ ചിലപ്പോൾ വിശ്വാസം കാണില്ല, അല്ലേ? പക്ഷേ അമ്മ 24 hours അമ്മ ഇതിലേ ഇരിക്കുന്നത് കൊണ്ട് അവർക്കൊരു ടെൻഷനാണ്, എന്താ അമ്മ ഫുൾ ടൈം ഇതിലാണല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും
പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെടട്ടെ. കുട്ടികളെടുക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അനിയത്തിയുടെ കുട്ടികളായിരുന്നാലും ബ്രദറിൻ്റെ കുട്ടിയൊക്കെ അവരൊക്കെ വേറെ 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 പ്രൊഫഷനിലോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ആരും ഇതിനെ പിന്തുടരാൻ പോകുന്നില്ല എൻ്റെ അസ്ട്രോളജി. അപ്പം ഞാൻ എന്ത് കരുതുന്നു എന്ന് വെച്ചാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടുമല്ലോ. കാരണം ജാതക വിശകലനം ചെയ്യാനോ അല്ലെങ്കിൽ ആ ടീച്ചിങ് ലൈൻ തന്നെ ഇപ്പം ഈ അസ്ട്രോളജി തന്നെ പഠിപ്പിക്കുന്ന നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ ആൾക്കാർ വരും. അവർക്ക് പഠിക്കണം താല്പര്യമുള്ളവർ സത്യസന്ധമായിട്ട് നമുക്ക് ഫുള്ള് മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു കൊടുക്കണം. കാരണം എന്തെങ്കിലും പഠിച്ചു വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമുക്ക് തന്നെ മനസ്സിലാകില്ല. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ എവിടെയും എൻ്റെ ടീച്ചേഴ്സിനെ ഞാൻ മെൻഷൻ ചെയ്യാത്തത്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുണ്ട്, ഒക്കെ പഠിച്ചിട്ടുണ്ട്, കേരളത്തും പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ പഠിച്ചിടത്തു നിന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിനേക്കാളും ഉപരി പിന്നെ എനിക്ക് ആ പരാശരഹോര പഠിക്കാമായിരുന്നു. ജസ്റ്റ് അത് മാത്രം വായിച്ചാൽ മതിയായിരുന്നു. കാരണം അതിലുള്ളത് അത്രയുമാണ് പറഞ്ഞു തന്നത്. ഒരു ലോജിക്കും ഇല്ലാത്ത. കാരണം നമ്മുടെ ആ ബുക്സിൽ എന്തൊക്കെയുണ്ട് അത് ബേസിക്കാണ്. ആ ബുക്സിൽ എന്തൊക്കെയുണ്ട് അത് മാത്രമേ ഉള്ളൂ. കാരകത്വങ്ങളൊക്കെ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ബുക്സിനെ ജസ്റ്റ് തറവ് ചെയ്താൽ മതിയായിരുന്നു. എനിക്കിവിടെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കേരളത്തിൽ ഇത്രയാണോ പഠിപ്പിക്കുന്നത്, അവർ ഹയറിലോട്ട് പോകുന്നില്ലേ, ബുക്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ടോ, ബേസിക് മാത്രം പഠിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ എന്ത് കരുതി, എൻ്റെ 18 വർഷത്തെ കാര്യങ്ങൾ അത്രയും ഞാൻ പഠിച്ചത് അത്രയും ഒരു എന്താ പറയണേ, ഒരു 4-5 വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന രീതിയിൽ 4-5 വർഷം ക്ഷമയോടുകൂടി പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ മാത്രമാണ് വരേണ്ടത്. ശരിക്കും അസ്ട്രോളജി പഠിക്കണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് ഒരുപക്ഷെ 3 വർഷത്തിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും. കാരണം നമുക്കിപ്പം ഫുൾ ടൈം അവർ ഇതിനു വേണ്ടി സമയം ചിലവഴിക്കുന്നു. ഇതെങ്ങനെയെങ്കിലും എനിക്ക് ഒരു കരയ്ക്കെത്തിക്കണം, ഞാനിത് പഠിച്ചേ അടങ്ങൂ എന്നുള്ള രീതിയിലുള്ളവർക്ക് ചിലപ്പോൾ ഒരു 3 വർഷത്തിലൊക്കെ പിടികിട്ടും. നല്ല ഒരു അസ്ട്രോളജർ ആവാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ച് ഒരു 6 മാസം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജാതകം ഒരുവിധം നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങളെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ജാതകങ്ങൾ വാങ്ങി നോക്കുക. അവർക്ക് ആ പറയുന്ന ഫലങ്ങൾ ഒരുവിധമൊക്കെ ശരിയായി വരികയാണെങ്കിൽ അവർ തരുന്ന ദക്ഷിണ സ്വീകരിക്കുക. എത്രയാവട്ടെ, വളരെ കുറച്ച് തുച്ഛമായ പൈസ കൂടെ ആകട്ടെ, സ്വീകരിക്കുക. കാരണം അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. വേണ്ടാന്നൊന്നും പറയണ്ട. തരുന്ന കാശിനെ സ്വീകരിക്കുക, ദക്ഷിണയെ സ്വീകരിക്കുക. ആ കാശ് കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജാതകം നോക്കിയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും എനിക്ക് 2 ക്ലാസ് ഉണ്ട്. 2 ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. മാസത്തിൽ 10-20 ദിവസം അങ്ങനെ പോകും. ഇന്നും ഞാൻ ഫീസ് കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലെ അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് പണം വരുന്നുണ്ട്, അതനുസരിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ബുദ്ധിമുട്ടില്ല. പണ്ട് കാലത്ത് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും മനസ്സിലൊരു തീരുമാനം, എന്തായാലും ഇതിനെപ്പറ്റി അറിഞ്ഞേ പറ്റൂ എന്താണെന്നുള്ളത്. കുട്ടികളെ എതിർത്താലും ശരി, കുട്ടികൾ ഇപ്പോഴാണ് പറയുന്നത് അമ്മക്ക് വയസ്സൊക്കെ അങ്ങോട്ട് പോവുകയില്ലേ, അമ്മ കുറച്ച് റെസ്റ്റ് എടുത്തുകൂടെ എന്നുള്ള രീതിയിലാണ് കുട്ടികൾ പറയുന്നത്. കാരണം അവർക്ക് ഇതിലൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. അപ്പം ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പ്രായമാകും തോറും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളതിന് അല്ലേ, എന്തെങ്കിലും ചെയ്ത് വെറുതെ കുട്ടികളെ വളർത്തി, അത് സാധാരണ വീട്ടു ജോലികൾ ചെയ്യുന്നു, കുട്ടികളെ വളർത്തുന്നു, അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ സംതിങ് സ്പെഷ്യൽ എന്തെങ്കിലും നമുക്ക് കയ്യിലുണ്ടാക്കണം. അതാണ് ലേഡീസിന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റായി ഇരിക്കാനൊക്കെ എന്താ പറയുക, മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയ ഇൻട്രസ്റ്റാണ്. ഞാൻ 9 വർഷം എന്താ പറയണേ
പിന്നെ ഇത് ഫാഷൻ ടെക്നോളജി പഠിച്ചതാണ്. എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തുന്നും, എൻ്റെ കുട്ടിക്കൊക്കെ തുന്നിക്കൊടുക്കും. പക്ഷേ എനിക്കതിലൊരു വരുമാന മാർഗം എന്നുള്ളതൊന്നും ഞാൻ അതിലോട്ട് പോയില്ല. കാരണം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഇതിലെന്തെന്നറിയില്ല, ഇതിലൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എങ്ങനെയെങ്കിലും അത് പഠിച്ചെടുക്കണം. അതാ പലർക്കും കിട്ടാത്ത കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തോ ദൈവാധീനം പോലെ എനിക്ക് നല്ല നല്ല ഗുരുക്കന്മാരെ കിട്ടിയെന്നാണ് പറയേണ്ടത്. ഒരുപാട് ഗുരുക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്നാണ് പറയേണ്ടത്. കാരണം അവരുടെ പേരുകളൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് അവരുടെ പേരിലും കൂടെ മിസ്റ്റേക്ക് വരും. കാരണം അവർ അത്രയും നല്ല നോളജ് ഉള്ളവരാണ്. അപ്പോൾ അവരെ പേരൊക്കെ ഇവിടെ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം അത്രയും നല്ല എപ്പോഴും എൻ്റെ മനസ്സിൽ എല്ലാ പേരും ഉണ്ട്. ആദ്യം മുതൽ ആദ്യത്തെ പാഠം മുതൽ ഇന്നേ വരയ്ക്കുമുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഗുരുക്കന്മാർ വരയ്ക്കും ഞാൻ പിന്നെ മനസ്സാറെ എന്താ പറയുക, മനസ്സിൽ എൻ്റെ അത്രയും ഇതുണ്ട്. പക്ഷേ ഞാനത് ആരോടും പറയില്ല. കാരണം എന്നിൽ വരുന്ന മിസ്റ്റേക്കുകൾ അവരാണ് പഠിപ്പിച്ചു തന്നു എന്നുള്ളത് തെറ്റായിട്ട് വരും. അതിൽ ഒരു ഗുരുനാഥൻ്റെയും പേരുകൾ ഞാൻ എവിടെയും പറയാറില്ല. എനിക്ക് മാത്രം അറിയാവുന്ന കാര്യം മാത്രമാണ്. മിസ്റ്റേക്ക് അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് വരാം, ജ്യോതിഷമല്ലേ. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് പഠിച്ചത്, ഈ ഗുരുനാഥൻ്റെ കയ്യിലാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ആ ഗുരുനാഥനാണ് മോശം. കാരണം ഈ ലോകം മുഴുക്ക ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ള നിറയെ പേർക്ക്. എന്നെക്കാളും വിവരമുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. എന്നെക്കാളും വിവരം ബോധമുള്ളവർ. അപ്പോൾ അവർക്കെല്ലാം മനസ്സിലാവും ഞാൻ ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. ജ്യോതിഷം അറിയാവുന്നവർക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ ഗുരുവിൻ്റെ പേര് പറഞ്ഞാൽ ആ ഗുരുനാഥൻ്റെ പേര് കൂടെ റിപ്പയർ ആവില്ലേ. അതുകൊണ്ട് ഞാൻ എവിടെയും പറയില്ല. കാരണം അത്ര ഒരു ഫുൾ കോൺഫിഡൻസ്, ആ ഗുരുനാഥനെ പോലെയുള്ള കോൺഫിഡൻസ് നമുക്ക് ഇനിയും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഒരു പേരും ഞാൻ പറയാനേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് തെറ്റുകൾ നമുക്ക് സ്വാഭാവികം. അതുകൊണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ ഒരു കോഴ്സ്, ഒരു 6 മാസത്തെ കോഴ്സ്, 1 ഇയർ കോഴ്സ് എന്നൊന്നും പറഞ്ഞാൽ ഞാൻ എടുക്കാൻ താല്പര്യമില്ല. അത് ഒരിടത്തും കൊണ്ടെത്തിക്കില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ച സത്യം. ഇത്രയും 18 വർഷത്തിൽ ഞാൻ ഒരു കോഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 വർഷം 20 വർഷം എന്നുള്ള വർഷക്കണക്കിൽ പോയാൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു 10 വർഷത്തെ കോഴ്സാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റുമായിരിക്കും. 10 വർഷം ഉണ്ടല്ലോ, 365 അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ ഇവിടെ നമ്മൾ 6 മാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മുക്കും മൂലയും കൂടെ പഠിക്കാൻ പറ്റില്ല. ഇത് വാസ്തവമാണ്, ഇത് പരമസത്യമാണ്. വെറുതെയാണ് ഈ ആൾക്കാർ 6 മാസത്തെ കോഴ്സിന് ചേർന്നിട്ട് എല്ലാം പഠിച്ചു എന്ന് പറയുന്നത്. ഒന്നും പഠിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും, ബുക്കിൽ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ടൊന്നും പോരാ. കാരകത്വങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ ഒരക്ഷരം നമുക്ക് ഒരടി മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ 1-ാം ഭാവം, അതും ലഗ്നഭാവം, അതും 10-12 ക്ലാസ് ഉണ്ടാവും. ഞാൻ 7 മുതൽ 10 വരെ എന്നാണ് ക്ലാസ് പറഞ്ഞിട്ടുള്ളതെങ്കിലും എനിക്കറിയാം പിന്നെ ഹോറോസ്കോപ്പെല്ലാം ഇട്ട് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ചിലപ്പോൾ 2 ദിവസം ക്ലാസ് കൂടെ എക്സ്ട്രാ വരാം. അങ്ങനെയൊക്കെ വരാം, കുറയില്ല. 7-ന് താഴെ പോവുകയില്ല. കുറഞ്ഞത് 10 ക്ലാസ്സെങ്കിലും ഉണ്ടാവും. അങ്ങനെ അതേപോലെ 2-ാം ഭാവം, അതുപോലെ 3-ാം ഭാവം ഓരോ മാസവും ഓരോ ഭാവങ്ങളായിട്ട് എടുക്കണം. രാശികാരകത്വം വേറെ, ഗ്രഹകാരകത്വം വേറെ, ഭാവകാരകത്വം, ഭാവങ്ങളെ തമ്മിൽ ചേർക്കുന്ന വിധം. 1-ഉം 2-ഉം ഭാവം, 1-ഉം 2-ഉം 3-ഉം ഭാവം, 1-ഉം 4-ഉം 5-ഉം ഇങ്ങനെ ലഗ്നാധിപനോട് മറ്റു ഭാവങ്ങളെ ഇങ്ങനെ ചേർക്കുന്നത്, ആ ഗ്രഹങ്ങളെ എങ്ങനെ ചേർക്കുന്നത്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അവരെന്ത് ചെയ്യുന്നു എന്ന് പറയും. ഇപ്പം 5, 8, 10. 5 എന്താണെന്ന് പുത്രസ്ഥാനം, 8 എന്ന് പറഞ്ഞത് വറവ് 8 ശരിയല്ല, 10 എന്ന് പറയുന്നത് നഷ്ടമാകാം. 5, 8, 10 ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പൂർവികം ബുദ്ധിമുട്ടാണ്, പ്രണയം ബുദ്ധിമുട്ടാണ്, എല്ലാം. ഇപ്പം അതുപോലെ നമ്മൾ ഓരോന്നും എടുക്കണം. 5, 8, 10. 8 എന്ന് പറയുമ്പോഴേ ഒരു നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഭാഗ്യമാണ്, പണം വരും, അതൊക്കെ വേറെ വഴി. 8 എന്ന് പറയുന്നത് അത് സഡനായിട്ടുള്ള ഒരു പണം കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പലതരത്തിലുള്ള പെട്ടെന്നുള്ള പണത്തിന് വരവിനെയൊക്കെ 8 കാണിക്കും. 8 നമുക്ക് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ 8 അതുകൊണ്ട് സാധിക്കും.
പിന്നെ നമ്മുടെ ആയുസിൻ്റെ ബലം 8 പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലും 8-നൊരു നെഗറ്റീവുണ്ട്. ആക്സിഡൻ്റ് ആയിരുന്നാലും സഡനായിട്ട് എന്ത് നടക്കുന്നത് 8ആണ്. സഡനായിട്ട് നിങ്ങൾക്ക് എന്ത് നടക്കുന്നുവോ അത് 8-ാം ഭാവമാണ്. മനസ്സിലായില്ല? അപ്പോൾ ആ 8-ന് ഒരു നെഗറ്റീവുണ്ട്. ഇല്ല എന്നുള്ളത് കാണിക്കുന്നു, ഇല്ല എന്നുള്ളതിനെ തടസ്സമായിട്ട് കാണിക്കുന്നു. ഇതൊക്കെ 8-നെ കൊണ്ട് പറയാം. 10 എന്ന് പറയുമ്പോൾ കർമ്മം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കർമ്മം എന്നുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ഭാവങ്ങളെയും 1ഉം 4ഉം എങ്ങനെ, 1ഉം 4ഉം 5ഉം എങ്ങനെ, 1ഉം 6ഉം 7ഉം എങ്ങനെ, ഇങ്ങനെ നമ്മളിങ്ങനെ ഭാവങ്ങളെ തമ്മിൽ ചേർക്കണം. അങ്ങനെ ചേർത്ത് വരുമ്പോൾ ഈ 12 ഭാവങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 12 ഭാവങ്ങളെ നമ്മൾ കോർത്തിണക്കാൻ പറ്റും. 1ഉം 12ഉം 4ഉം 4ഉം 12 7ഉം ഇങ്ങനെ നമുക്ക് ഓരോ ഭാവങ്ങളെയും മാറ്റി ചേർക്കാം. അപ്പം നമ്മുടെ ജാതകത്തിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത്? 4-ാം അധിപതി 7-നെ നോക്കുന്നു, 7-ാം അധിപതി ലഗ്നത്തിനെ നോക്കുന്നു. ഇങ്ങനെ നോക്കുന്ന ആ ഭാവങ്ങളെ നമ്മൾ ചേർക്കണം. അങ്ങനെ ചേർത്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ശരിക്കും ആ ഒരു ജ്യോതിഷം പഠിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് അവരൊരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കാം എന്ന് അറിയാം എന്നുള്ളതുകൊണ്ട് ആ ജാതകത്തിനെ വാങ്ങി നോക്കിയിട്ട് അർത്ഥമില്ല. നിങ്ങൾ ആളെ കാണാതെ തന്നെ പറയണം, ഇന്ന ആൾ അവരിങ്ങനെയാണ്, ഏതാണ്, ഇതാണ്. അത് പറയണമെങ്കിൽ ഈ കാരകത്വങ്ങൾ വേണം. നക്ഷത്രങ്ങളില്ല എന്ന് പറയുന്നു ഇല്ലേ? നക്ഷത്രങ്ങൾക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമാണ് നമ്മൾ ജന്മ നക്ഷത്രമായിട്ട് പറയുന്നത്. ആ ജന്മ നക്ഷത്രമാണ് നമ്മൾ അമ്പലങ്ങളിൽ പോയി അർച്ചിക്കുന്നത്, നമ്മളെ ജന്മ നക്ഷത്രത്തിന്. അപ്പോൾ അത്രയും വാല്യൂ ഉണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഈ ലഗ്നം ബലം കുറഞ്ഞു ഓക്കെ, അല്ലെങ്കിൽ ബലമില്ലെങ്കിൽ നമ്മൾ രാശി നോക്കാറുണ്ട്. രാശിക്ക് ബലമുണ്ടോ നോക്കാറുണ്ട്. നമ്മളെ മനസ്സ്, ചന്ദ്രൻ എന്നുള്ളത് മനസ്സാണ്. അപ്പോൾ രണ്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം. എല്ലാം മനസ്സിലാക്കിയാലേ ശരിക്കും ജാതകം പഠിക്കുന്നതിനേക്കാളും നമ്മൾ ഈ കാണാതെ പഠിക്കുന്നതിലൊന്നും മനസ്സിലാവില്ല. നമ്മൾ ശരിക്കും ലോജിക്കായിട്ട് തിങ്ക് ചെയ്യണം. സൂര്യൻ ഇങ്ങനെ രാത്രിയാകുമ്പോൾ മറഞ്ഞു പോകും അല്ലേ? അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആളല്ല, രാത്രിയാകുമ്പോൾ ചന്ദ്രനാണ് വരുന്നത്. അപ്പോൾ ഒരു ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ തീർച്ചയായിട്ടും ആ ആളിന് പുകഴുണ്ടെന്ന് പറയും. അപ്പം 7-ാം അധിപതി 7-ാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ഈ ലഗ്നത്തിലും 7-ലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. നീ ചെയ്യുന്നത് ശരിയാണ്. കാരണം അവരെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കില്ല. അവരെ വന്ന് നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. മനസ്സിലായി? എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്, എത്ര ഹൈറ്റിലാണ് സൂര്യൻ നിൽക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം ഫ്ലാറ്റായിരിക്കാം. ഇപ്പോൾ ആകാശത്തോളം വരുന്ന ഫ്ലാറ്റ്സുകളുണ്ട്. അപ്പം നമുക്ക് 3-ാമത്തെ ഫ്ലോർ ആവാം, 4-ാമത്തെ ഫ്ലോർ ആവാം. നമുക്ക് ധൈര്യമായിട്ട് പറയാം സൂര്യൻ ലഗ്നത്തിലാണോ ഫ്ലാറ്റിലാണോ താമസിക്കുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെ നമ്മൾ അത് ലോജിക്കായിട്ട് എടുക്കണം. അപ്പോൾ ആ സൂര്യൻ എന്നുള്ളത് പിതാവാണ്. ആ പിതാവ് ലഗ്നത്തിൽ സൂര്യനാണെങ്കിൽ അച്ഛൻ്റെ കടമ ചെയ്യും. അച്ഛനുണ്ടായിരുന്നാലും അച്ഛനില്ലെങ്കിലും അച്ഛൻ്റെ കടമ ഒരു പിതാവിൻ്റെ കടമ ആ കുട്ടി ചെയ്യും. ആ വീട്ടിൽ ആ കുട്ടി ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ലഗ്ന സൂര്യനാണ്, എവിടെയെങ്കിലും പോകുന്നതെന്ന് വെച്ചോളൂ. ഒരു കാൾ ടാക്സി വിളിച്ചു, അല്ലെങ്കിൽ ഒരു ഓട്ടോയിൽ കയറിയാണെങ്കിലും ഒരു 10 രൂപയെങ്കിലും 10ഒന്നുമല്ല, അവർ 50 രൂപയൊക്കെ എക്സ്ട്രാ കൊടുക്കും. ഒരു മടി കൂടാതെ. ചിലപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും അടിയായിരിക്കും. അപ്പോൾ നീ എന്തിനങ്ങനെ കൊടുക്കാൻ പോയി എന്നും പറഞ്ഞ് പ്രശ്നം വരും വീട്ടിൽ. പക്ഷെ അവർക്ക് ദയവാണ്. കാരണം എന്തുകൊണ്ടാണ്? സൂര്യൻ വെളിച്ചം നമുക്ക് പക്ഷഭേദമില്ലാതെ തരുന്നു. അപ്പം ആ ഒരു കാരണം കൊണ്ട് നമുക്ക് അത് ദയയായിട്ട് എടുക്കാം. എല്ലാവർക്കും എല്ലാം കൊടുക്കും, ഫ്രീ ആയി കൊടുക്കും എന്നുള്ള രീതിയിലെടുക്കാം. ഇങ്ങനെ നമ്മൾ ലോജിക്കായിട്ട് നമ്മൾ ഓരോന്നും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മനസ്സിലായില്ല? അല്ലാതെ സൂര്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സൂര്യൻ അങ്ങനെയാണ്, അന്തസ്സാണ്, അതൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതിനേക്കാളും കാര്യങ്ങൾ വേറെയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും ലോജിക്ക് പ്രകാരം
ഫുള്ളാ ലോജിക്ക് പ്രകാരം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം, ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഉണ്ടായിരിക്കും. അത്രത്തോളം പഠിക്കാനുണ്ട്. അത് 18 വർഷത്തെ കാര്യങ്ങൾ അത്രയും ഞാൻ പഠിച്ചത് അത്രയും ഞാനൊരു ക്യാപ്സൂൾ പോലെ വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ആവശ്യമുള്ളവർക്ക്, ഇപ്പോൾ ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം എൻ്റെ പേയ്മെൻറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നാം, എക്സ്പെൻസീവാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ എനിക്കത് എക്സ്പെൻസീവാന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരു വിവാഹ പൊരുത്തം പഠിച്ചത് 1,00,000 രൂപയാണ്. 1,00,000 കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കിക്കണം. ഈ 1ാം ഭാവവും 2ാം ഭാവമൊക്കെ പഠിച്ചതൊക്കെ നല്ല കാശ് കൊടുത്താൽ, പക്ഷെ അതിൻ്റെ വളരെ കുറഞ്ഞ പൈസയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നാളിൽ ഞാൻ കേരളത്തിൽ മനസ്സിലാക്കിയ കാര്യം, അവരാരും ജാതകം നോക്കാനൊന്നും കാശ് അധികം ചിലവാക്കില്ല. വളരെ റെയർ പീപ്പിളാണ് ചോദിച്ച ഫീസ് കൊടുക്കുന്നത്. ബാക്കി എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ആയുസിൻ്റെ കാര്യമാണ്. എനിക്ക് ദീർഘമുണ്ടോ, എൻ്റെ അസുഖം ഭേദമാവോ, എൻ്റെ പ്രശ്നം ഇങ്ങനെയാണ്, എൻ്റെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരേ പ്രശ്നങ്ങൾ എഴുതിയിട്ട് നമ്മൾ അതിന് ഫുള്ള് തറവ് നോക്കണ്ടേ. ഗണിതമൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആയുസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സൂക്ഷിക്കണമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്രയൊക്കെ നോക്കിയാണെങ്കിലും കൂടെ ഇവർക്കെല്ലാം കാശ് വരില്ല. അവരുടെ ഒരു ജീവിതമാണ് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതിനെ അവർ കാശ് ചിലവാക്കില്ല. അതേസമയം പോയി ഡ്രസ്സെന്നും വേറെ എന്തെങ്കിലുമൊക്കെ അവർ ചിലവാക്കും. ബ്യൂട്ടി പാർലറൊക്കെ പോയി ചിലവാക്കും, അല്ലെങ്കിൽ സാരി എടുത്ത് വാങ്ങും, പാൻറ്റ് ഷർട്ടൊക്കെ വാങ്ങും, എല്ലാത്തിനും ചിലവാക്കും. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ ജനങ്ങൾ കുറച്ച് പീപ്പിളേ ഉള്ളൂ നല്ല ഒരു രീതിയിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ അവർ ജാതകം നോക്കി പോകുന്നവരും പഠിക്കുന്നവരൊക്കെ. ബാക്കി ഒട്ടുമുക്കാലും പേര് വെറുതെ മെസ്സേജ് അയക്കുക, എനിക്ക് നോക്കണം എന്നിട്ട് അവരെ ജാതകത്തിന് ഇടുക. എന്തിനാണ്? അപ്പോൾ അതിൽ നിന്നൊക്കെ അതൊരു ഫീസ് എക്സ്പെൻസീവ് ആണെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ എന്ത് പറയുന്നത് വെച്ചാൽ, എൻ്റെ ഇടത്ത് പഠിക്കുകയാണെങ്കിൽ ഫീസുണ്ട്. ഫീസില്ലാതെ പഠിപ്പിക്കാനും പറ്റില്ല, ക്ഷമയില്ലാതെ പഠിക്കാനും പറ്റില്ല. ഫീസ് നല്ല പേ ചെയ്യേണ്ടി വരും, ക്ഷമയും നല്ലവണ്ണം വേണം. ടൈം നിങ്ങൾ അതിന് തക്കവണ്ണം ടൈമും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. പഠിക്കാനുള്ള സമയമൊക്കെ എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാനിതൊരു എൻ്റെ ഒരു പ്രാണനായിട്ട് എടുത്തിരിക്കുകയാണ്, എനിക്കിത് പഠിച്ചു തന്നെ ആകണം എന്നുള്ളവർ മാത്രം വരിക. കാരണം ജാതകത്തിൽ എത്രയെടുത്ത് പഠിച്ചു ഒരിടത്തും എത്തും പിടിയും കിട്ടിയിട്ടില്ല. ഇതുവരേക്കും ഞാൻ ആ ഒരു കര കാണാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത്. പക്ഷേ അതിൽ എത്രത്തോളം മാക്സിമം നമുക്ക് പറ്റുമോ അത് ചെയ്യാം. അപ്പം അത്രത്തോളം ശരിയായി പഠിക്കണമെന്നുണ്ടെങ്കിലും ഫീസൊന്നും നോക്കണ്ട. കാരണം ഫീസ് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഫീസ് നിങ്ങൾ തന്നെ അതായത് ഫീസ് വാങ്ങിയിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണ്. കുറച്ച് കാലം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി, ശരിയാണ്, നമുക്ക് ജാതകം നോക്കാനോ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റുമെന്നുള്ള രീതി വന്നു. അപ്പോൾ കാശ് വന്നു തുടങ്ങി. ആ കാശ് കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും കുറച്ച് ടൈം എടുത്താൽ നിങ്ങൾക്കതുപോലെ 10 മടങ്ങ് സമ്പാദിക്കാം. കാരണം നല്ലവണ്ണം ജാതകം പറയുന്നവർ വളരെ 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 കുറവാണ്. വളരെ കുറവാണ് നല്ലവണ്ണം ജാതകം പറയുന്നവർ. ജാതകം വിശകലനം ചെയ്യുന്നവർ വളരെ കുറവാണ്. അതുപോലെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവരും വളരെ കുറവാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ആ ക്ലാസ് എത്രത്തോളം പ്രയോജനമുണ്ടെന്ന് നോക്കുക. എനിക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതാണ് ഇതാണ് അതായത് ജാതകത്തിന് ജ്യോതിഷത്തിൽ ഒരുപാട് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അതൊന്നും അതിലില്ലാത്തതാണ്. ഇന്നും ഞാൻ വീണ്ടും പറയണം, ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ പഴയ കാലത്ത് ജാതകം നോക്കിയിരുന്നു, നക്ഷത്രങ്ങൾ വെച്ചിട്ട്. നക്ഷത്രങ്ങളില്ല എന്ന് പറയുന്നില്ല, എല്ലാം ഉണ്ട്. അതിന് ഇപ്പം രജ്ജു പൊരുത്തമെന്നും പിന്നെ എന്തൊക്കെ പൊരുത്തങ്ങളുണ്ടല്ലോ, ആ പൊരുത്തങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ നോക്കി തന്നെ ആകണം. എന്നാലും ഇന്നും 7 ചൊവ്വ നിന്നാൽ
8ലോ 7ലോ ചൊവ്വയുള്ള ഒരു ജാതകം തന്നെ ചേർക്കണമെന്ന് പറയുന്നതിൽ തെറ്റാണത്. അതങ്ങനെ ചെയ്യാനേ പാടില്ല. രണ്ടുപേർക്ക് ഒരേ സ്വഭാവം വന്നാൽ എങ്ങനെ ഇരിക്കും? ചില കാര്യങ്ങൾ ഒത്തുപോകും, ചില കാര്യങ്ങൾ ഒത്തുപോകില്ല. 7 സൂര്യൻ നിന്ന ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു പക്ഷേ 7 ചൊവ്വ നിന്ന ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിനോട് സ്നേഹമായിരിക്കും. അപ്പോൾ ആപ്പോസിറ്റ് ചൊവ്വ വന്നാലും അതേപോലെ പരസ്പര സ്നേഹമായിരിക്കും. പക്ഷേ ആ 7 നിൽക്കുന്ന ചൊവ്വ പിന്നെ ലഗ്നത്തിനെ നോക്കും, 2നെ നോക്കും. അപ്പോൾ ഒരു വഴക്കമുണ്ടാവും. വഴക്കിൻ്റെ മൂർധന്യാവസ്ഥയിലോട്ട് പോകും. ഇത് മനസ്സിലാക്കുന്നില്ല. നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. അപ്പോൾ അത് മാറ്റി ചേർക്കണം. 4 ചൊവ്വ നിന്നാലോ പരസ്പരം സംശയം വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ ഒരാളിന് 2ലും 4ലും 7ലും 8ലും 12 നിൽക്കുന്ന ചൊവ്വയെ മാറ്റി നിർത്തി മറ്റ് ഭാവങ്ങളിൽ നിൽക്കുന്നതിനെ ചേർക്കുക. ഇന്ന് പലർക്കും അതറിയില്ല. ഇന്ന് വലിയ വലിയ അസ്ട്രോളജേഴ്സ് അത് ചെയ്യുന്നുണ്ട്. നമുക്ക് പോയി തിരുത്താനോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനോ പറ്റില്ല. അത് പറയുന്നത് നമ്മൾ ശരിയല്ല. അവർ പഠിച്ചതിന് അവർ പറയുന്നുണ്ട്. അപ്പം ഞാനെന്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ തന്നെ ഇപ്പോൾ ജ്യോതിഷം പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്കും ജാതകം നോക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു അസ്ട്രോളജറെ പോയി കാണുമ്പോൾ നിങ്ങളെ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനെങ്കിലും അസ്ട്രോളജി വേണം. അതിന് ബേസിക് മാത്രം പോരാ. ബേസിക് കൊണ്ടൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ബേസിക്ക് നിങ്ങൾ പഠിച്ചോളൂ. എവിടെ വേണമെങ്കിലും ബേസിക് പഠിച്ചോളൂ. അവിടെ പൂർണ്ണമായിട്ടൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ രാഹു ആവട്ടെ, കേതു ആവട്ടെ, മാന്തി ആവട്ടെ, എല്ലാം നിങ്ങൾക്കിവിടെ പഠിക്കാം. പഞ്ചാംഗത്തിലെ നിത്യയോഗങ്ങൾ, കരണം, തിരിശൂന്യം ഒക്കെ നിങ്ങൾക്കിവിടെ പഠിക്കാം. എല്ലാം ക്ലാസ്സാണ്. എല്ലാം 8-10 ദിവസത്തെ ക്ലാസ് ഉണ്ടാവും. പഠിക്കണമെന്ന് പരിപൂർണ തൃപ്തി ഉണ്ടെങ്കിൽ കാശ് ചിലവാകും. അതുപോലെ ക്ഷമയും വേണം, ഒരുപാട് സമയം വേണം. അയ്യോ ഇത്രയും ദിവസമായിട്ട് പഠിച്ച് തീർന്നില്ലോ എന്നല്ലോ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വരരുത്. ആ രീതിയിൽ വളരെ ക്ഷമയോടുകൂടി കാശ് ഒരുപാടൊന്നും ആകില്ല, അധികം കാശൊന്നും ആവില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സമ്പാദിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. ആ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, താല്പര്യമുള്ളവർ ചേരുക. ആൾക്കാർ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മെയ് 10-ാം തീയതിക്ക് ശേഷം ഞാൻ ക്ലാസ് ആരംഭിക്കാമെന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 5-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ചേരേണ്ടവരൊക്കെ ചേർന്നാൽ എനിക്ക് ലിസ്റ്റിലൊക്കെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് അത് എത്ര പേരെന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ട് അതനുസരിച്ച് ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്ന്. ഓക്കെ, അത്രയാണ് പറയാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ നോട്ട്സ് വാങ്ങി പഠിച്ചവർക്കെല്ലാം അറിയാം ഞാൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ച് ക്ലാസ്സും അത്രത്തോളം നന്നായിരിക്കും. ഓക്കെ, അത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഗുരു കേതു കേളയോഗം. ഈ കേളയോഗത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കോടീശ്വര യോഗമാണ്. ഗുരു കേതു കോടീശ്വരന്മാരെ യോഗമാണ്. പക്ഷേ എവിടെയും പോയി കടം വാങ്ങരുത്. കടം വാങ്ങി, ലോണ് വാങ്ങി, അല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും പോയി ജാമ്യത്തിലിട്ട കാശ് പ്രശ്നമായി, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് പ്രശ്നമായി, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഈ കേളയോഗം വർക്ക് ചെയ്യില്ല. നിങ്ങൾ കടം വാങ്ങാതെ സുഖമായിട്ട് ഒരു പ്രശ്നമില്ലാതൊക്കെ ജീവിച്ച് പോവുകയാണെങ്കിൽ കടം വാങ്ങാം. അടയ്ക്കാൻ തിരിച്ചടവിന് പറ്റുമെങ്കിൽ നിങ്ങൾ കടം വാങ്ങാം. പക്ഷേ വലിയ വലിയ കടങ്ങളൊക്കെ അറിയാതെ വാങ്ങും ആളുകൾ. ഞാൻ പിന്നെ അടച്ചോളാം, അത് ചെയ്തോളാം, ഞാൻ പല മാസ്റ്റർ പ്ലാനും ഇട്ടിട്ട് അവസാനം ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് അടയ്ക്കാൻ വയ്യാതെ വീട് വരയ്ക്കും ജപ്തിയായി പോയ കഥകളൊക്കെ ഒരുപാടുണ്ട്. അവരുടെയൊക്കെ ജാതകത്തിൽ ചിലപ്പോൾ ഈ ഗുരു കേതു കാണും. നോക്കിക്കോളും. അതായത് ആത്മീയം എന്ന് നമ്മൾ സ്പിരിച്വൽ മൈൻഡായിരിക്കും അവർക്ക് എപ്പോഴും. കൂടുതലും സ്പിരിച്വൽ ഇൻറ്റൻഷൻ ആ ചിന്തയായിരിക്കും അവർക്ക്. പിന്നെ എപ്പോഴും കേതുവല്ലേ, കുറച്ച് എല്ലാത്തിനും ഒരു ചുരുക്കമാണ്. അപ്പോൾ വിരക്തി ഉണ്ടാകും എന്ന് പറയുന്നു. കുറച്ച് വിരക്തി ഉണ്ടാകും. പിന്നെ എപ്പോഴും സന്യാസത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കേതു സന്യാസി, അതാണ് ജ്ഞാനകാരകനാണ്. അതുകൊണ്ട് സന്യാസത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ പണം വരുന്നതിന് തടസ്സം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഗുരു പണം, കേതു തടസ്സമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പണം വരാനും കുറച്ച് തടസ്സം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് കടം വാങ്ങും. ആ കടം വാങ്ങുമ്പോഴത്തേക്ക് കുറച്ച് കടം വാങ്ങും. പിന്നെ അത് അടയ്ക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടായി പിന്നെ വലിയ കടമായി ഇൻട്രസ്റ്റ് കെട്ടാൻ വഴിയല്ലാതെയൊക്കെ ആകുമ്പോഴാണ് ഈ ഗുരു കേതു യോഗം പോയി വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് കോർട്ടും കേസും വഴക്കുമൊക്കെ ആവാനുള്ള ഒരു ചാൻസ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കടൻ പ്രശ്നങ്ങൾ വരും. പിന്നെ ചിലർക്ക് കേതു നല്ല പദവി തരും. 10ലൊക്കെ കേതു നിന്ന് കഴിഞ്ഞാൽ
മന്നനെ പോലെ വാഴും, അതായത് രാജാവിനെ പോലെ വാഴും എന്നാണ് പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള ഇപ്പം ജാതകത്തിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചുള്ള ജീവിതം അവർക്ക് പിന്നെ നല്ല ഒരു ഗവൺമെൻറ് ജോലി അങ്ങനെയൊക്കെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ കേതുവിനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് തടസ്സമാണ് പറയുന്നത്. അപ്പോൾ 5 കേതുവൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് ഡിലേ ആകും, 7 കേതു എന്നാൽ മാരേജിൽ ഡിലേ ആകും, ഇങ്ങനെയൊക്കെ കുറച്ച് ഡിലേ പറയുന്നുണ്ട്. പിന്നെ മക്കളുണ്ടായിരുന്നാലും മക്കൾ തമ്മിൽ മക്കളുടെ കൂടെ നമുക്കൊരു ഉരസൽ അല്ലെങ്കിൽ അവർ പിരിഞ്ഞിരിക്കാനുള്ളൊരു യോഗം, അവരെ കൂടെ ഒത്തുചേർന്ന് പോകാത്ത ഒരവസ്ഥ, ഇതൊക്കെ ഉണ്ടാവാം. കുട്ടികളുണ്ടാവാനും ലേറ്റാകാം. അതേസമയം കുട്ടികളുണ്ടായിരുന്നാലും അവരെ ഹോസ്റ്റലിൽ താമസിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടാവാം. അല്ലെങ്കിൽ അവർ ജോലി തേടി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുന്ന ഒരവസ്ഥയൊക്കെ ഇതിലുണ്ടാവും. ഗുരുവും കേതുവല്ലേ, അതുകൊണ്ട്. പിന്നെ ഇവർക്കെല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ പണത്തിനോടും സ്വർണത്തിനോടും ഒക്കെ ഈ ആഭരണങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ അതൊക്കെ ചിലപ്പം കിട്ടാനൊരു ചെറിയ തടസ്സം ഉണ്ടെന്ന് പറയുന്നു. പിന്നെ സിദ്ധർ അല്ലെ ജീവസമാധി വഴിപാടൊക്കെ നല്ലതാണ്. പിന്നെ ചിലർക്ക് പിന്നെ എന്താ പറയുക, അമ്പലത്തിൻ്റെ അടുപ്പിച്ച് വീടുണ്ടാവും. ഒരു അമ്പലം, അതിന് ചുറ്റും 4 സൈഡും വീട് കാണൂലേ, അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കും ഇവരുടെ വീട്. അല്ലെങ്കിൽ ചെറിയ സ്ട്രീറ്റായിരിക്കും, ചെറിയ സ്ട്രീറ്റ്, കുറിയ സ്ട്രീറ്റ്, അതിനുള്ളിൽ താമസിക്കാനും കേതുവല്ലേ എല്ലാം ചുരുക്കം. അപ്പോൾ അങ്ങനെ മറിഞ്ഞ് താമസിക്കുന്ന പോലെ ചുരുക്കം. അപ്പോൾ അങ്ങനെ മാറി താമസിക്കാനും ഇതുണ്ട്. പിന്നെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു കേസ് കോർട്ട് വഴക്കെന്നുള്ളത് ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാഹുവാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഓടി മറയും, ആളിനെ കാണില്ല. പക്ഷെ കേതുവാണെങ്കിൽ നമുക്ക് നേരെ കോർട്ടിൽ പോകാൻ, ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ കേതു പ്രശ്നങ്ങളിലോട്ട് പോലീസ് സ്റ്റേഷനിലും കോർട്ടിലോട്ടേക്കും തന്നെ വലിച്ചഴയ്ക്കും. മനസ്സിലായില്ലേ? അവനെ എല്ലാം കറക്റ്റാണ്, ലീഗലാக പോകണമെന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് കേതു ആ പ്രകാരം തന്നെ ചെയ്യുള്ളൂ. ചിലർക്ക് ഈ പണം കടം കൊടുത്തിട്ട് കിട്ടിയില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു കിട്ടിയില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ സ്വർണ്ണം പണയം വെച്ച് പ്രശ്നമായെന്നോ, ആരെങ്കിലും സ്വർണ്ണം വാങ്ങി ഇവർ പണയം വെച്ച് പ്രശ്നമായെന്നൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിലുള്ള കേസ് ഉണ്ടാവാനേ ഇവർക്ക് ചാൻസ് ഉണ്ട്. അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാലും ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അതെടുത്ത് ചിലവാക്കാനുള്ളൊരു ടെൻഡൻസി തന്നെ അവർ കാണിക്കും. അല്ലെങ്കിൽ ഇട്ട പണം ചിലപ്പോൾ എടുക്കാൻ വയ്യാത്തൊരവസ്ഥയുണ്ടാവും. പിന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇട്ട് കഴിഞ്ഞാൽ ഇവരെ സ്റ്റോക്ക് വളരില്ല, അങ്ങനെ കുറച്ച് മുടങ്ങിക്കിടക്കും. കുറേ കാലങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇതിന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരും. പിന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിലവർക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ മരത്തിനടിയിലൊക്കെ ദൈവങ്ങളെ വെച്ച് വഴിപാട് ചെയ്യും. നമ്മളെ തമിഴ്നാട്ടിൽ ഫുള്ളുണ്ട്. ഗണപതിയും നാഗർ അവരെയൊക്കെ ഈ മരത്തിനടിയിലൊക്കെ വെച്ച്, ആൽമരത്തിൻ്റെയൊക്കെ അടിയിൽ വെച്ചൊക്കെ പൂജ ചെയ്യും. അപ്പം അങ്ങനെയുള്ളവരുടെ എല്ലാം ഇവർക്കത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അവിടെ പോയി തൊഴാനുമൊക്കെ വഴിപാട് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ കൂടുതലും കേതു ആയതുകൊണ്ട് ഗണപതി, പിന്നെ ഹനുമാൻ, ഇവരെയൊക്കെ ഇഷ്ടപ്പെടും. ഇവർക്ക് അടിക്കടി ഗണപതി കോവിലിൽ പോകാമെന്നും ഹനുമാൻ അമ്പലത്തിലൊക്കെ പോകാമെന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാവും. പിന്നെ ഇവരുടെ വീട്ടിൻ്റെ അരികിൽ, കാരണം കേതു ക്രിസ്ത്യനെ പറയുന്നതാണ്, ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കുന്നവർ, പിന്നെ കേതു മുടിയാണ്. അപ്പം ഇത് ബാർബർ ഷോപ്പില്ലേ, ഇപ്പോൾ എന്താ പറഞ്ഞാൽ സ്പാ എന്ന് പറയുമോ, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയും. ഇതൊക്കെ അടുത്ത് എവിടെയെങ്കിലും കേതു ടൈലറാണ്. അപ്പോൾ ഇങ്ങനെ ടൈലറിങ് ഷോപ്പോ, പിന്നെ ഇങ്ങനെയുള്ള അതുപോലെ എന്താ പറയണേ, മണ്ണിലൊക്കെ ഇതുണ്ടാക്കൂലേ, കുടം, കലം, ചട്ടി, പാനയൊക്കെ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമായിരിക്കാം. അല്ലെങ്കിൽ എൻജിനീയർ, അങ്ങനെ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ താമസിക്കുന്ന സറൗണ്ടിങ്സിൽ ഇവർ താമസിക്കുന്നതാണ് പറയുന്നത്. പിന്നെ നല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും, നല്ല അതിനെപ്പറ്റിയുള്ള കൂടുതൽ അറിവുണ്ടായിരിക്കും, അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. ലോയർ ആവാനും ചാൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഈ കേതുവിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മൾ പറയുന്നില്ല കേതു ഒന്നുമേ അല്ല എന്ന്, പക്ഷേ കേതുവിനെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കാം.
അതുപോലെ രാഹുലിനെ പറ്റി ക്ലാസ് എടുത്താൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പിന്നെ ഈ ചിലപ്പോൾ എന്തെങ്കിലും ടെലിഫോണിൻ്റെ ജോലി, റെയിൽവേയിൽ, എയറോനാട്ടിക്കൽസ് ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ കണക്ഷൻ ഇവർക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. പിന്നെ സ്കിൻ പ്രോബ്ലം, പിന്നെ ഈ വണ്ട് കടിക്കുന്നത്, തേള് കടിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഇൻസെക്റ്റ് ഇങ്ങനെ കടിക്കുന്നതൊക്കെ ഇവർക്ക് ചിലപ്പോൾ സംഭവിക്കാം. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കൊതുകില്ലേ, മസ്കിറ്റോസ് ഇവരെ കടിക്കും. എന്താ പറഞ്ഞാൽ തുടർന്ന് തേടി പിടിച്ച് കടിക്കുന്ന ഒരവസ്ഥ. എത്ര പേര് 10 പേര് അവിടെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ ഈ ഗുരുക്കേതു കോമ്പിനേഷനുള്ളവരുടെ പുറത്തായിരിക്കും കൊതു വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് അതിനെപ്പറ്റിയുള്ള അസുഖങ്ങളും വരാം. മലേറിയയോ ഡെങ്കു ഫീവറെന്നോ കൊറോണ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ വീട്ടിലെപ്പോഴും കോക്രോച്ചിൻ്റെ അതെന്താ പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയുക അതിന്, കോക്രോച്ചിൻ്റെ പിന്നെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ എലിയുടെ പ്രശ്നവും ഉണ്ടാവും. അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ അതിനെ പാറ്റ എന്ന് പറയും. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ പാറ്റ. അതിന് നിങ്ങൾ എന്താ പറയണേ? അപ്പം അത് അതിൻ്റെ ശല്യം ഉണ്ടാകുമെന്ന് പറയും. പിന്നെ ചിലർക്ക് ടോയ്ലറ്റ് പോകാനുള്ളൊരു പ്രശ്നം ഉണ്ടാവും. കാരണം പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചിലപ്പം മലം ഇറുകി പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അത് മലദ്വാരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ഗോചരത്തിൽ വരൂലേ, ഒരു പക്ഷേ ഗോചരത്തിൽ ഗുരുവിൻ്റെ പുറത്ത് കേതു വരികയോ കേതുവിൻ്റെ പുറത്ത് ഇങ്ങനെ എപ്പോഴെങ്കിലും അതിങ്ങനെ രണ്ടുപേരും എന്താ പറയണേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഗുരുവിന് 1 വർഷവും മറ്റത് 1.5 വർഷമാണ്. അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ വരൂലേ ആ ഗോചരത്തിൽ കേതുവിൻ്റെ മേലെ ഗുരു വരാം, ഗുരുവിൻ്റെ മേലെ കേതു വരുന്ന സമയത്ത് പണവരവ് തടസ്സമാകുമെന്നാണ് പറയുന്നത്. പണം വരുന്നത് തടസ്സമാകും. അതെപ്പോഴും വരില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ വർഷത്തിലെ 1.5 വർഷത്തിലെ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ അറിയാൻ പറ്റും. പണവരവ് തട വരുമെന്നാണ് പറയുന്നത്, തടസ്സം വരുമെന്ന് പറയുന്നു. പിന്നെ അതായത് ബാങ്കിലിട്ട് കഴിഞ്ഞ പണത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളാവും, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. സിഗ്നേച്ചർ പ്രോബ്ലമോ വേറെ എന്തെങ്കിലും പ്രോബ്ലമോ, അത് നിങ്ങൾ എന്താ പറയുക ഇട്ട പണത്തിൻ്റെ രസീത് എവിടെയെങ്കിലും കൊണ്ട് മിസ് ചെയ്ത് കളയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല, ഒരു തടസ്സം വരാമെന്ന് പറയുന്നു. ചിലർക്ക് ബാങ്ക് അറിയാതെ തന്നെ എന്താ ഇതും ക്ലോസ് ആയിപ്പോവും. പിന്നെ തിരിച്ച് പോയി അവരെ ലെറ്റർ എഴുതി കൊടുത്താൽ ശരിയാക്കി എടുക്കേണ്ട ഒരവസ്ഥ വരും. സ്കിൻ പ്രോബ്ലം പ്രത്യേകം പറയുന്നുണ്ട്, സ്കിൻ പ്രോബ്ലം വരും. അതുപോലെ ജാണ്ടിസ്, അത് ഗുരുവാണ്. ജാണ്ടിസ്, കൊഴുപ്പിൻ്റെ കട്ടി, ഫാറ്റിൻ്റെ കട്ടി വരാം, അതും ഗുരുവാണ്. അതുപോലെ ബ്രെയിനിൻ്റെ പ്രശ്നങ്ങൾ അത്രയും വരുന്നത് ഗുരുവാണ്. ഇതെല്ലാം ഗുരുവാണ്. അപ്പം ഗുരുവിൻ്റെ കൂടെ കേതു സംബന്ധപ്പെടുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവാം എന്നാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ കേതു എന്നുള്ളത് ക്യാൻസറിനെ കൂടെ കുറിക്കുന്നതാണ്. സൂര്യൻ കേതു കണക്റ്റ് ആകുമ്പോൾ ക്യാൻസറും കൂടെ നിങ്ങളത് ശ്രദ്ധിക്കണം. അതുപോലെ അതായത് ബ്രെയിനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പം കുട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗുരുവായതുകൊണ്ട് കുട്ടികളുമായിട്ടുള്ള ഒരു നല്ല ഒരു ഐക്യം ഉണ്ടാവാനുള്ളൊരു ഇത് കാണുന്നില്ല. കേതുവല്ല എല്ലാത്തിനും ഒരു തടസ്സം, ഒരു ചുരുക്കം, ഒരു അകറ്റം, എല്ലാത്തിനെയും മാറ്റിക്കളയും. നമ്മളിൽ തോട്ട് തന്നെ ഒതുക്കിക്കളയും. അതുകൊണ്ടാണ് പറയുന്നത് ജ്യോതിഷത്തിൽ നമ്പർ 1 ആവാം. ഇതിന് നമ്പർ 1 ആവാം ജ്യോതിഷത്തിൽ. കേതു ലഗ്നത്തിൽ നിന്നാലോ 5-ൽ നിന്നാലോ ഒക്കെ സൂപ്പറായിട്ട് അസ്ട്രോളജി പഠിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അവരവിടെ അതിനോട് ഒരു ഈർപ്പ് അവർക്കുണ്ടാവും, ഒരു ആകർഷണമുണ്ടാവും. അമാനുഷ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് കേതു ഫലം ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളെ ജാതകത്തിലൊക്കെ ഉണ്ടാകുന്ന നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സിന് ചേർന്ന് നോക്കുക എങ്ങനെയാണ് ക്ലാസ്സെന്ന്. മറ്റുള്ളവർ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നിട്ടുള്ള അറിവുകളാണ്. ഞാൻ കേരളത്തിൽ പഠിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. വെറുതെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു മാത്രം. അത് ഞാൻ ഒരു 1.25 വർഷം ഞാൻ അവിടെ പഠിച്ചു, ഒന്നും എനിക്ക് കിട്ടിയില്ല. പഠിച്ചതിനെ തന്നെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് എനിക്ക് തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ അത്രയും
കേരളത്തിൽ ഞാൻ പഠിച്ച സ്ഥലത്തുനിന്ന് എനിക്ക് ഒരു പോയിൻ്റ് പോലും കിട്ടിയില്ല. ഒരു പോയിൻ്റ് പോലും കിട്ടില്ല. എന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കിട്ടിയ അറിവൊക്കെ നിങ്ങൾ ബ്ലാങ്കായി വെച്ചിട്ട് വേണം ഇവിടെ പഠിക്കാനെന്നാണ് പറഞ്ഞത്. ഞാനതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അത് അവർ പറയും ബ്ലാങ്കായി വെക്കണമെന്ന്. പക്ഷേ അത് പറ്റില്ലല്ലോ. നമ്മളെ കയ്യിൽ ഒരുപാട് അറിവുകൾ നമുക്ക് ഇരിക്കുകയല്ലേ. പക്ഷേ ഞാൻ അവിടെ പഠിച്ചതൊന്നും അവരെനിക്ക് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിച്ചതൊന്നും എനിക്ക് ബുക്ക് നോക്കി പഠിപ്പിച്ചതല്ല. അവർക്ക് അത്രയും അനുഭവങ്ങളാണ്. അവരുടെ ജാതകങ്ങൾ, പല ജാതകങ്ങൾ വന്നതിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. അത്രയ്ക്ക് ആശ്ചര്യമായിരിക്കും അവരുടേത് കേൾക്കുമ്പോൾ. പക്ഷേ അതിൽ നിന്ന് കേരളത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 1 വർഷ കോഴ്സിന് ഇവിടെ ചേർന്നതാണ്. ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഒരു വകയില്ല. കാരണം വെറുതെ ആ ബുക്ക് പഠിച്ചാൽ മതിയായിരുന്നു. ആ ബുക്ക്, കയ്യിലുള്ള ബുക്ക്, അതിനെ ഞാൻ വായിച്ചാൽ മാത്രം മതിയായിരുന്നു. അതിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പറഞ്ഞു തന്നത്. അതിനെ തിരിച്ച് മറിച്ച് കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ ഒരു പോയിൻ്റ് പോലും അവർക്ക് അറിയില്ല. 6ാം അധിപതി നമ്മുടെ പ്രൊഫഷൻ, 6ാം ഭാവം നമ്മുടെ ഒരു ജോലി, പ്രൊഫഷൻ എന്ന് പോലും അവർക്കറിയില്ല. അവരെല്ലാം 10നെ കൊണ്ടാണ് പറയുന്നത്. 10 10 10 10 വേറെ 6 വേറെ. 6 എന്നുള്ളത് നമ്മുടെ അനുഭവം, 6 എന്നുള്ളത് നമ്മുടെ സംശയം, 6 എന്നുള്ളത് രോഗം. ഒരുപാട് കാര്യങ്ങൾ 6നെ കൊണ്ട് പറയുന്നത്. അവർക്ക് ഞാൻ പഠിച്ച സ്ഥലത്തൊന്നും എനിക്ക് കിട്ടിയില്ല. കേരളത്തിൽ അറിയില്ലാത്തതുകൊണ്ടാണോ അവർ ഫർദറായിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പഠിച്ച സ്ഥലത്ത് ആ മാസ്റ്ററിന് അത്രയ്ക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. ബുക്കിലുള്ള ആ ഒരു കണ്ണടച്ച ബുക്കിലുള്ള സകല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോജിക്കായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിലുള്ളവർക്ക് നിങ്ങൾക്ക് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.